വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്ത് വച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. ഓരോ കാലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം. തൊട്ടടുത്ത ലൈബ്രറി ആയിരിക്കും പഴയ തലമുറയിലെ ആളുകളുടെ വായനാവേദി. അവിടെയുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചും അറിവ് പങ്കിട്ടുമാണ് മുൻ തലമുറ വായനയുടെ വിശാല ലോകത്തേക്ക് നടന്നു കയറിയത്. എന്നാൽ കാലം മാറിയപ്പോൾ ലൈബ്രറിയുടെ പ്രാധാന്യം താരതമ്യേന കുറയുകയും വായനയുടെ രീതിയിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ലൈബ്രറിയിൽ നിന്ന് അകന്നു തുടങ്ങിയവർ സ്വന്തമായി പുസ്തകങ്ങൾ വാങ്ങി വായനയുടെ ചെറിയ ലോകം രൂപപ്പെടുത്തി തുടങ്ങി. പുതിയ തലമുറ വായനയിൽ അല്പം പിറകിലാണെന്ന് പൊതുവെ വിലയിരുത്തലുണ്ടെങ്കിലും പുസ്തകങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിച്ചു തുടങ്ങിയെന്നത് ഭാവിയിലെ വായനയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ്. മാർഗമേതായാലും വായന മരിക്കുന്നില്ല എന്ന വലിയ പ്രത്യാശ. എല്ലാ വർഷവും ജൂൺ 19 ദേശീയ വായനാ ദിനം ആചരിക്കുന്നത്. മലയാളിക്ക് വായനയുടെ വിശാലമായ ലോകം തുറന്നു തന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. ഒരു ഗ്രന്ഥകാരനായി ജീവിതം തുടങ്ങിയ PN പണിക്കർ ജനങ്ങളിൽ വായനയുടെ വിത്തുകൾ പാകുന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ സ്വാധീനം ചെലുത്തി. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അടുത്ത ഒരാഴ്ച കാലം വായനാ വാരമായി ആചരിക്കുന്നു.